ഹലോ ഫാം, നമുക്ക് വെസ്റ്റ്രോസ് ലോകത്തേക്ക് വീണ്ടും ഒന്ന് പോയാലോ? ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. മുന്നേ ബ്ലാക്ക് ഫെയർ റെബലിനെ കുറിച്ചൊരു പ്രത്യേക വീഡിയോ ഇട്ടതുപോലെ ഇന്ന് നമ്മൾ എ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡം സീസൺ 1 കഥയുടെ അടിസ്ഥാനമായ ദ ഹെഡ്ജ് നൈറ്റ് നോവലും അതിൽ നിന്ന് സ്ക്രീനിൽ കണ്ട സംഭവങ്ങളും തമ്മിലുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒന്ന് നോക്കാൻ പോവുകയാണ്. ബുക്ക് വേഴ്സസ് സീരീസ് വീഡിയോ. കുറേ നാൾക്ക് മുന്നേ ഇതേപോലെ ആടുജീവിതത്തിൻ്റെ മറ്റൊക്കെ ബുക്ക് വേഴ്സസ് മൂവി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് പൊടി തട്ടിയെടുത്ത് ഇപ്പോൾ ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ലവ്ലീസ്. നമ്മൾ സീരീസിൽ കണ്ടത് അപേക്ഷിച്ച് നോവലിൽ പല ലോർഡുകളും നൈറ്റ്സും ഒക്കെ അത്ര വികസിക്കപ്പെടാത്ത കഥാപാത്രങ്ങളാണ്. ഷോയിലാകട്ടെ സർ ലയണൽ ബറാത്തിയനെ പോലെ തന്നെ മറ്റു പലർക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഡങ്കിനോട് സംസാരിക്കുന്ന സർ ഡോണൽ ദ ഡസ്കൻഡെയിൽ. ഒരു ക്രാബർ സമൂഹത്തിലെ ആൾ എങ്ങനെ ടാർഗറ്റിൻ സുരക്ഷാ സ്ഥാനത്തേക്ക് എത്തി എന്ന് ഡങ്ക് അത്ഭുതപ്പെടുന്നതായൊക്കെ കാട്ടുന്നത് നോവലിൽ ഇല്ലാത്ത ചില സംഭവങ്ങളാണ്. ഗെയിം ഓഫ് ത്രോൺസിലെ കിങ്സ് ഗാർഡിൽ നിന്ന് നോക്കിയാൽ ഇവിടുത്തെ കിങ്സ് ഗാർഡുകൾ അത്ര മെച്ചപ്പെട്ടതല്ല എന്ന് കാണിക്കാനുള്ള ഒരു വഴിയാണത്. അതായത് യോഗ്യതയേക്കാൾ പണം നൽകി സ്ഥാനം നേടുന്നവർ ഇവിടെയുമുണ്ട്. ഇതുപോലെ തന്നെ സീരീസിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള മറ്റു ചില ക്യാരക്ടേഴ്സാണ് ആഷ്ഫോർഡിലെ സ്റ്റുവേർഡായ പ്ലമ്മറുടെ പല സീനുകളും. പിന്നെ പേരുകേട്ട ഒറ്റക്കണ്ണൻ നൈറ്റായ സർ റോബിൻ റൈസ്ലിംഗ് എഗ്ഗുമായി കാട്ടിൽ വെച്ച് കണ്ടുപിടുന്ന സന്ദർഭം. കൂടാതെ പോപ്പുലറായ ലിയോ ലോങ്തോൺ ടേറലിനോട് ഡങ്ക് തന്റെ ആശാൻ അർലാൻഡ് ദ പെനിട്രി അറിയാമെന്ന് ചോദിച്ചു ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടൊക്കെ ഷോയിൽ കൂടുതൽ രംഗങ്ങൾ നൽകിയിട്ടുണ്ട്. ലയണൽ ബറാത്തിയൻ. ലാഫിംഗ് സ്റ്റോം എന്ന് വിളിക്കപ്പെടുന്ന ലയണൽ ബറാത്തിയൻ പുസ്തകത്തിലും ഷോയിലുമുണ്ട്. എന്നാൽ സ്ക്രീനിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പുസ്തകത്തിൽ ട്രയൽ ഓഫ് 7 വരെ അദ്ദേഹം ഡങ്കിനുമായി നേരിട്ട് സംസാരിക്കുന്നില്ല. എഗ് ആണ് അദ്ദേഹത്തെക്കുറിച്ച് ഡങ്കിനോട് പറയുന്നത് പോലും. എന്നാൽ നൂറ്റാണ്ടിനിപ്പുറം വീണ്ടും ഒരു ട്രയൽ ഓഫ് 7 നടക്കാൻ പോകുന്നു എന്ന ത്രില്ലിലും ആകാംക്ഷയിലുമാണ് അദ്ദേഹം ഡങ്കിൻ്റെ പക്ഷം ചേരുന്നത്. ഷോയിൽ പക്ഷേ ലയണലിന് കൂടുതൽ വ്യക്തിത്വം നൽകുകയും ഡങ്കുമായി സൗഹൃദം സ്ഥാപിക്കുന്ന നിരവധി അധിക രംഗങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ നോവലിനെ വലിയൊരു പരമ്പരയാക്കി മാറ്റാനുള്ള രസകരമായ ഒരു ബുദ്ധിയാണ്. യഥാർത്ഥ പുസ്തകത്തിൽ സർ ഡങ്കന്റെ ഉയരം 6 അടി 11 ഇഞ്ചാണ്. എന്നാൽ ഷോയിൽ ഡങ്കനെ അഭിനയിക്കുന്ന പീറ്റർ ക്ലാഫിക്ക് 6 അടി 5 ഇഞ്ച് ഉയരേ ഉള്ളൂ. ഇതൊരു വലിയ വ്യത്യാസമായൊന്നും തോന്നാനില്ല. കാരണം ക്ലാഫിയെ കാട്ടുമ്പോൾ അവൻ എപ്പോഴും മറ്റുള്ള ആൾക്കാരെക്കാൾ നീളം കൂടുതലായി തന്നെ ആയിരിക്കും. കൂടാതെ ക്ലാഫി ഒരു നല്ല ആക്ടറാണെന്ന് ഇതിനോടൊപ്പം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഡങ്കനെ പോലെ തന്നെ ലയണൽ ബറാത്തിയനും പുസ്തകത്തിൽ വലിയ ഉയരമുള്ള ആളായാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഗെയിം ഓഫ് ത്രോൺസിലെ ചിലരെയൊക്കെ പുസ്തകത്തിലുള്ളതിനേക്കാൾ പ്രായം കൂട്ടിയാണ് കാണിച്ചതെന്ന് നമുക്കറിയാം. ദ ഹെഡ്ജ് നൈറ്റിൽ എഗ്ഗിന് 9 വയസ്സാണ് പ്രായം. അത് അവതരിപ്പിച്ച ഡെക്സസോളും ഏകദേശം അതേ പ്രായക്കാരനാണ്. എന്നാൽ ഡങ്കിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമുണ്ട്. പുസ്തകത്തിൽ ഡങ്കൻ വെറും 16 വയസ്സുള്ള കൗമാരക്കാരനാണ്. എന്നാൽ നടൻ പീറ്റർ ക്ലാഫിക്ക് 20കളുടെ അവസാനത്തിലാണ് പ്രായം. ഷോയിൽ ഡങ്കൻ്റെ പ്രായം കൃത്യമായി പറയുന്നില്ലെങ്കിലും അദ്ദേഹം ഒരു മുതിർന്ന ആളായി തന്നെയാണ് തോന്നിക്കുന്നത്. ഇതിരുവരും തമ്മിലുള്ള ബന്ധം നോവലെ സുഹൃത്തുക്കൾ എന്നതിനുപരിയായി ഒരു ഗുരുവും ശിഷ്യനും എന്ന രീതിയിലാക്കുന്നു. സർ ഡങ്കൻ എഗ്ഗിനെ ആദ്യമായി കാണുന്ന എവിടെയാ? ആ സത്രത്തിൽ വെച്ചല്ലേ? ആഷ്ഫോർഡിലേക്കുള്ള യാത്രയ്ക്കിടെ നമ്മുടെ നായകന്മാർ തമ്മിൽ കാണുന്ന ഈ ഒരു രംഗത്തിൽ ചില ചെറിയ മാറ്റങ്ങളുണ്ട്. നോവലിലേക്ക് വരുമ്പോൾ ഇരുവരും തമ്മിലുള്ള ഡയലോഗുകൾ പുസ്തകത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബുക്കിൽ ഡങ്കൻ എഗ്ഗിനെ ആദ്യമായി കാണുന്നത് അവനൊരു പുഴവക്കത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഷോയിൽ അത് മാറ്റിയിട്ടുണ്ട്. കൂടാതെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലേലും എഗ്ഗിനെ ഡങ്ക് തൻ്റെ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന കണ്ടുപിടിക്കുന്ന സമയമില്ലേ, അപ്പോൾ ഡങ്ക് അവനെ വിരട്ടിക്കൊണ്ട് വായടച്ചു പിടിക്കാൻ പറയുമ്പോൾ വായടച്ചു പിടിച്ച പിന്നെ എങ്ങനെ മറുപടി പറയും എന്ന് എഗ്ഗ് ചോദിക്കുന്നതായിട്ടുള്ള ചില ഫണ്ണി മൗണ്ട്സ് ഒക്കെ ഷോയിൽ ഒഴിവാക്കപ്പെട്ടു. സീരീസിൽ ആഷ്ഫോർഡിലെ സ്റ്റുവാർഡായ പ്ലമ്മർ ഡങ്കിനോട് ടോർണിയിൽ തങ്ങളുടെ കൂടെ കള്ളക്കളിക്ക് കൂടെ നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന് പകരമായി പ്രതിഫലം നൽകാമെന്നൊക്കെ അയാൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഡങ്കൻ അത് ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് മനസ്സോടെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതായി കാട്ടുന്നുണ്ട്. ലോർഡ് ആഷ്ഫോർഡിന്റെ മകനെ ചാലഞ്ച് ചെയ്ത് ഇതിനിടയിൽ കൂടി വാതുവെപ്പ് നടത്തി പണം അടിച്ചെടുക്കാനുള്ള സൂത്രത്തിലാണ് പ്ലമ്മർ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു പ്ലോട്ട് പുസ്തകത്തിൽ എവിടെയുമില്ല. ഷോയിൽ ഇത് എന്തിനാണ് ചേർത്തതെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഡങ്കൻ എന്തായാലും ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പോണില്ല. അപ്പോൾ ഒരു ഫില്ലർ മൊമെന്റ് എന്ന പോലെ ആഡ് ചെയ്തതാവും. യഥാർത്ഥ നോവലിൽ ടാൻസൽ ഒഴികെ ബാക്കി പ്രധാന കഥാപാത്രങ്ങളെല്ലാം പുരുഷന്മാരാണ്. എന്നാൽ ഷോയിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായാണ് സർ മാൻഫ്രഡ് ഡൊണ്ടാറിയൻ്റെ വെപ്പാട്ടികളായ റെഡിനെയും ബീനെയും ഉൾപ്പെടുത്തിയത്. ഇവർ രണ്ടും നല്ല ജോളി ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ്. ഈ രണ്ടുപേരും ചേർന്നിട്ട് മാൻഫ്രഡിനെ തിരക്കുന്ന സമയത്ത് ഡങ്കിനെ പരിഹസിക്കുന്നതിലൂടെ പ്രഭുക്കന്മാർക്ക് സാധാരണക്കാരോടുള്ള പുച്ഛം ഷോയിൽ വ്യക്തമാക്കുന്നു. ഇത്തരം മാറ്റങ്ങൾ ഷോയിലെ ലോകത്തെ കൂടുതൽ സജീവമാക്കാൻ എന്തായാലും സഹായമാകും. I will not be allowed to challenge unless a knight or a lord will vouch for me. And what is that to me?
ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു മാറ്റം നോവലിൽ എഗ്ഗ് മുത്ത് കിടക്കുന്ന ഡങ്കനാണ് രാത്രിയിൽ ആകാശത്തൊരു ഷൂട്ടിംഗ് സ്റ്റാർ കാണുകയും അത് തനിക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്ന് എഗ്ഗിൻ്റെ ഡങ്കുമുത്തിൽ ആദ്യം ഉറക്കമായതിനാൽ അവൻ നേരത്തെ തന്നെ ഉറങ്ങിപ്പോയിരുന്നു. മറ്റെല്ലാവരും ഉറക്കത്തിലായതുകൊണ്ട് ആ ഭാഗ്യം തനിക്ക് മാത്രമുള്ളതാണ് എന്ന് ഡങ്ക് കരുതുന്ന സിറ്റുവേഷനാണ് അവിടെ. എന്നാൽ ഷോയിൽ വന്നപ്പോഴോ ഫോളിംഗ് സ്റ്റാർ കണ്ടത് എഗ്ഗും. എന്നിട്ട് ഡങ്കിനോട് ചെക്കൻ അവൻ്റെ അർത്ഥം വിശദീകരിച്ചും കൊടുക്കുന്നു. എഗ്ഗ് ഡങ്കിനേക്കാൾ അരവാളിയും സ്മാർട്ടുമാണെന്നൊക്കെ കാണിക്കാനാണ് ഈ മാറ്റം വരുത്തിയതെന്ന് മനസ്സിലാക്കാം. So the luck is ours alone. നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസിലെ 3-ാം എപ്പിസോഡിൽ ഡങ്കിനും എഗ്ഗിനും വിചിത്രമായ ചില പ്രവചനങ്ങൾ നൽകുന്ന ഒരു കാക്കാത്തി സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. നീ രാജാവാകും, പക്ഷെ തീയിൽ മരിക്കും എന്നിങ്ങനെ എഗ്ഗിൻ്റെ ഭാവിയിലെ ദുരന്തത്തെ സൂചിപ്പിക്കുന്ന വരികൾ അവർ പറയുന്നു. ഈ രംഗം പുസ്തകത്തിൽ ഒരിടത്തുമില്ല. പക്ഷേ വെസ്റ്റ്രോസ് ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സിലാകും ഇത് ഭാവിയിൽ നടക്കാൻ തന്നെ പോകുന്ന സമ്മർഹാൾ ട്രാജഡിയെക്കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. സീരീസിൽ ഇങ്ങനൊരു സീൻ കൊണ്ടുവന്നത് ഒരുപക്ഷെ എഗ്ഗിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഫോർഷാഡിംഗ് പോലെ ഒരു സൂചന നൽകാനും ഭാവിയിലെ സംഭവങ്ങൾ മുൻകൂട്ടി ഒന്ന് ഹിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. എങ്കിലും ഇതിത്തിരി കൂടിപ്പോയോ എന്ന് പല GOT ഫാൻസിനോട് തോന്നുന്നുണ്ട്. കാരണം കൊച്ചു ചെക്കനെ ഇങ്ങനെ ഇപ്പോഴായിട്ട് പേടിപ്പിക്കണമായിരുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ഗൗരവകരമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി അല്പം ലഘുവായ ഒരു ശൈലി ഈ സീരീസിന് നൽകാൻ ധാരാളം പുതിയ തമാശകളൊക്കെ നോവലിനേക്കാളും സീരീസിൽ ആഡാക്കിയിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഡങ്ക് ആൻഡ് എഗ്ഗ് നോവലയിലെ 2-ാം ഭാഗം, അതായത് 2-ാം സീസൺ അഡാപ്റ്റ് ചെയ്യുന്ന ദ സോൺ സോഡ് നോവലിലാണ് ഡങ്കിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകുന്നത്. കിങ്സ് ലാൻഡിങ്ങിലെ ഫ്ലീ ബോട്ടത്തിൽ ഡങ്കിൻ്റെ സുഹൃത്തുക്കളായ ഫെററ്റ്, പുഡിംഗ്, റെയ്ഫ് എപ്പോഴും ആൾക്കാർക്കൊരു തലവേദനയായിരുന്നു. കൂട്ടുകാരുടെ കാര്യത്തിൽ ഷോയിലൊരു വലിയ മാറ്റം വരുത്തി. റെയ്ഫിനെ ജെൻഡർ മാറ്റി ഒരു പെൺകുട്ടിയാക്കുകയും ഡങ്കിൻ്റെ കാമുകയെ അവതരിപ്പിക്കുകയും ചെയ്തു. 5-ാം എപ്പിസോഡിൽ കൂടുതലും ഡങ്കിൻ്റെ ചൈൽഡ്ഹുഡാണ് കാട്ടുന്നത്. അതെല്ലാം വായനക്കാർക്ക് പുതിയ അനുഭവമാണ്. കാരണം സർ അർലാൻ്റെ സഹചരനായി അവൻ മാറിയതെക്കുറിച്ച് ബ്രീഫായ ബുക്കിൽ പറയുന്നുള്ളൂ. അർളൻ്റെ അനന്തരവനായ റോജർ ഓഫ് ദ പെനിട്രി മരിച്ച് നിരാശനായിരിക്കുന്ന ആ സമയത്താണ് അർളനടുക്കലേക്ക് ഡങ്ക് സഹചര്യം എത്തുന്നത് എന്ന് മാത്രമാണ് പരാമർശിക്കുന്നത്. എന്നാൽ സ്ക്രീനിൽ അത് വിശദമായി തന്നെ ഒരു പ്ലോട്ടിൽ നമ്മെ കാണിച്ചു തന്നത് ഡങ്കിൻ്റെ കഥാപാത്രത്തിന് കൂടുതൽ ആഴം നൽകുന്നു. പുസ്തകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ മാറ്റം സീസൺ 1ൻ്റെ എൻഡിംഗ് ആണ്. അവസാനം കിങ് മേക്കർ തൻ്റെ മകൻ എഗ്ഗിനെ അന്വേഷിച്ച് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനർത്ഥം എഗ്ഗ് ഡങ്കിനെ കൂടി പോകുന്നത് അനുവാദം വാങ്ങിയിട്ടല്ല, മറിച്ച് ഒളിച്ചോടി പോകുന്നതാണ്. എന്നാൽ പുസ്തകത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. മേക്കർ എഗ്ഗിനെ ഡങ്കിനോടൊപ്പം അയക്കാൻ സമ്മതിക്കുകയും അവന് സുരക്ഷയ്ക്കായി തൻ്റെ മുദ്ര നൽകുകയും ചെയ്യുന്നു. ഇതിപ്പോൾ സീരീസിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു ചൂട് മാറ്റം വരുത്തിയിരിക്കുന്നത് കഥയുടെ ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് റൈറ്റർ ജോർജ് R.R. മാർട്ടിൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ. കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വഴിത്തിരിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരും സീസണുകളിൽ വിറ്റ്നസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നോവൽ ആൻഡ് സീരീസ് മാറ്റങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും ചില കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഡൈഹാർഡ് ഫാൻസ് അത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുത്തൻ ഐറ്റവുമായി വീണ്ടും കാണാം മൈ ഡിയർ ഡങ്ക് ആൻഡ് എഗ്സ്. ടേക്ക് കെയർ, സി യു, ബൈ.